നമുക്കിന്ന് ഒരു കുഞ്ഞു യാത്ര എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാനീയമായ കാപ്പിയുടെ അത്ഭുതകരമായ ചരിത്രത്തിലേക്ക്. ആരും ഉറ്റുനോക്കാത്ത ഒരു ചെറിയ ചെടിയിൽ നിന്നും ലോകത്തെ അടുപ്പിച്ച ഒരു പാനീയമായി ഇതെങ്ങനെ മാറിയെന്നത് വിചിത്രവും കൗതുകകരവുമായ ഒരു കഥയാണ്. കോഫിയുടെ കഥ ആരംഭിക്കുന്നത് എത്യോപ്യയിലെ പർവ്വതങ്ങളിൽ നിന്ന്. വളരെ പഴയ കാലത്ത് ഒരിക്കൽ കൽഡി എന്നൊരു യുവാവ് മേച്ചിൽക്കാരൻ തൻ്റെ ആടുകളെ ഒരു ദിവസം ചെടിയുടെ ചുവപ്പായ പഴം കഴിച്ചതിനു ശേഷം ശക്തിയും ചാട്ടവും നിറഞ്ഞവരായി കാണുന്നു. അത്ഭുതപ്പെട്ട കൽഡി ഈ പഴങ്ങൾ ഒരു മഠത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള സന്യാസിമാർ ഇതുപയോഗിച്ച് ഒരു പാനീയം തയ്യാറാക്കി. അവരിൽ ചിലർ കണ്ടുപിടിച്ചു, ഈ പാനീയം നീണ്ട പ്രാർത്ഥനകൾക്ക് അവരെ ഉണർവോടെ നിലനിർത്തുന്നു. ഇതായിരുന്നു കാപ്പിയുടെ ജനനം. എന്തായാലും കഥ ഇവിടെ നിന്നു പോരുന്നില്ല. 15-ാം നൂറ്റാണ്ടോടെ കാപ്പി അറേബ്യയിലേക്കെത്തി. യമനിലെ മലമുകളിൽ സൂഫിമാർ ഇത് ആത്മീയ ചടങ്ങുകളിൽ ഉപയോഗിച്ചു. ഇത് ഒരു പാനീയമാകുന്നതിന് മുമ്പേ ഒരു ആരാധനാ ഉപകരണമായി. ഇതോടെ കഹ്വ എന്നറിയപ്പെടുന്ന കാപ്പി അറേബ്യൻ കാപ്പി ഹൗസുകൾ നിറച്ചു. ഇവ പ്രത്യേക മണ്ണുപാത്രങ്ങളിൽ തയ്യാറാക്കി മോഹിപ്പിക്കുന്ന സുഗന്ധം നിറഞ്ഞ സദസ്സുകളിൽ വിതരണം ചെയ്തു. സദസ്സുകളിൽ ചർച്ചകളും സംഗീതങ്ങളും നടക്കുന്നതിനാൽ ഈ തത്വചിന്തകർ, വ്യാപാരികർ, ഉന്നത വിജ്ഞാനികൾ എന്നിവർക്കായി ഒരു വലിയ കേന്ദ്രമായി മാറി. 1600-കളിൽ വെനീഷ്യൻ വ്യാപാരികളിലൂടെ കാപ്പി യൂറോപ്പിലേക്ക് കടന്നു. ആദ്യം ഇത് പിശാചിന്റെ പാനീയമായി പരിഹസിക്കപ്പെട്ടെങ്കിലും പാപ്പ ക്ലൈമന്റ് 8-ാമൻ അത് രുചിച്ചപ്പോൾ അതിൻ്റെ രുചി ആസ്വദിച്ച് അതിന് തൻ്റെ അനുഗ്രഹം നൽകി. അതിനുശേഷം കാപ്പി യൂറോപ്പിലെ ഓരോ നഗരത്തിലും പ്രശസ്തമാവുകയും ചായശാലകൾ, ഇന്റലക്ച്വൽ ചർച്ചകളിലും കേന്ദ്രമായി മാറുകയും ചെയ്തു. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ ഉപനിവേശ ശക്തികൾ ലോകമെമ്പാടും കൊളോണിയൽ തോട്ടങ്ങൾ സ്ഥാപിച്ചു. ഇന്തോനേഷ്യയിലെ ജാവ, ബ്രസീൽ, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിൽ കാപ്പി കൃഷി ആരംഭിച്ചു. ആഴ്ചകളിലും മാസങ്ങളിലും കാപ്പി ലോകത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഘടനകളെ മാറ്റിമറിച്ചു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ അതിശയിപ്പിക്കുന്നതും ദുഃഖകരവുമായ കഥകളുണ്ടായിരുന്നു. ആധുനിക കാലത്ത് കാപ്പി ഒരു കലാരൂപമായി മാറി. എസ്പ്രസോ മെഷീനുകളുടെ അഭിവൃദ്ധിയും സ്റ്റാർബക്സ് പോലുള്ള ഗ്ലോബൽ ബ്രാൻഡുകളുടെ ഉത്ഭവവും ലോകത്തെ കോഫി കൾച്ചർ വീണ്ടും മാറ്റിമറിച്ചു. ഇന്ന് ഓരോ രാജ്യത്തിനും കാപ്പിയുമായി ബന്ധപ്പെട്ട മനോഹരമായ രീതികളും പാരമ്പര്യവുമുണ്ട്. എത്യോപ്യൻ കാപ്പി ചടങ്ങുകളിൽ നിന്ന് ഇറ്റലിയുടെ എസ്പ്രസോ ഷോട്ടുകളിൽ വരെ ഓരോ കപ്പിലും ഒരു ചരിത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പാനീയമായ കാപ്പി പരിമിതമായ ഒരു ചെടിയിൽ നിന്നും ലോകമെമ്പാടും ഉണർവേകിയ ഒരു ഉപഭോഗ സംസ്കാരമായി മാറിയത് അതിശയിപ്പിക്കുന്നതാണ്. എല്ലാ കപ്പിലും ചേർന്നിരിക്കുന്ന രുചിയും സുഗന്ധവും മാത്രമല്ല, അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കഥയും ആസ്വദിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ മഹത്വം മനസ്സിലാകട്ടെ. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം.